Good morning, all. Good morning, ma'am. Good morning. Last class, requirements of effective orientation. That's complete statistics of effective orientation. Complete ayilalo. Ayo. Ormilla. So I think ഒരു 6th point വരെ എടുത്തേക്കണം എൻ്റെ ഒരു ഓർമ്മ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫസ്റ്റ് മെയിൻ ആയിട്ട് എന്താ പറയാ ഓറിയന്റേഷന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് വേണം. ന്യൂ ഇന്റേൺസിനെ അല്ലെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് ആദ്യം ഇൻവോൾവ്മെന്റ് വേണം. ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഓക്കെ, നമുക്ക് നോക്കാം. Involvement of top management in the injection process. The interest of the top management is the foremost requirements. ഒരു ഇൻജക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ പ്രോസസ്സിൽ ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഫോർമോസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് ഇത്, ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻട്രസ്റ്റ്. ഇത് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഓണർഷിപ്പ്. നമ്മൾ ഇതിലൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസും നമ്മൾ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ആണ്. ആ ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അവരെ ഓർഗനൈസേഷൻ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രാം നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാം. It established a sense of partnership and ownership in the new employee and helped them to associate closely with the organization. അപ്പോൾ നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പും ഓണർഷിപ്പും വേണം. പ്രയർ പ്ലാനിങ്. As injection is a process. Injection എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കുറച്ച് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് നോട്ട് ആൻ ഇവന്റ്. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. പ്രീ പ്ലാനിങ് ഫോർ ഇൻജെക്ഷൻ ഓഫ് ന്യൂ എംപ്ലോയി മസ്റ്റ് ബി കെയർഫുള്ളി ഡൺ. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്യണം. So that injection is used at the time of pre-planning, during, post-injection stages. അപ്പോൾ നമ്മൾ ഇൻജക്ഷൻ സ്റ്റേജസ് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രീ പ്ലാനിങ് ഇൻജക്ഷൻ സ്റ്റേജ്, ഇൻജക്ഷന്റെ ഡ്യൂറിംഗ് എന്ന് പറയുമ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് മനസ്സിലാവുക, എംപ്ലോയിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നത് ഈ ഒരു ഡ്യൂറിംഗ് ഇൻജക്ഷൻ സമയത്തായിരിക്കും. പിന്നെ പോസ്റ്റ് ഇൻജക്ഷൻ സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജസിലും നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ ഇൻവോൾവ്മെന്റും ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഇൻജക്ഷൻ ഇൻട്രൊഡക്ഷൻ നമ്മൾ അവരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ്. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ അവർക്ക് ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്ത് ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. വാട്ട് ഇൻഫർമേഷൻ വാട്ട് ദ ന്യൂ എംപ്ലോയി മസ്റ്റ് നോ. വാട്ട് ഇൻഫർമേഷൻ ദ ന്യൂ എംപ്ലോയി നീഡ്. ഒരു ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. സോ അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ നീഡ് പറയുന്നത് ഓൺ ദ ബേസിക് ഓഫ് ലെവൽ ആൻഡ് എ ഫ്യൂ അതർ ഫാക്ടർ, it should be desired in advance
what the new employee must know. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയി എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യണം. As it promotes effective learning experience during the process of injection. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഒരു ഫീഡ്ബാക്ക് സെഷൻ വേണം. കാരണം നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് ആണ്. അപ്പൊ അവർക്ക് ക്വറീസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ലാസ്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈൻ മാനേജറോ HR പേഴ്സണോ ആയിട്ട് അവരെല്ലാവരും കൂടി വന്ന് ഒരു കൺക്ലൂഷൻ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫീഡ്ബാക്ക് സെഷൻ ടു സാറ്റിസ്ഫൈ ഓൾ ദ ഡൗട്ട്സ് ആൻഡ് ആൻസർ all the enquiry properly. All injection program must conclude with a feedback session. എല്ലാ ഇഞ്ചക്ഷൻ പ്രോഗ്രാമും നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ടെൻഷനും ക്വറീസും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സാധാരണയായിട്ട് ഈ ഒരു ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് വിത്ത് ലൈൻ മാനേജർ ആൻഡ് ദ HR പേഴ്സണൽസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് സെഷൻ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. ന്യൂ എംപ്ലോയിക്ക് നോളജും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ആരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നിലേക്ക് സൂപ്പർവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ കോവർക്കേഴ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ അവരുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ബിഹേവിയർ, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങളും ജോബിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് സൂപ്പർവൈസർ പറയും ഇത്രയുമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഇത്രയുമാണ് നിങ്ങൾ അതിന് പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട്, അപ്പൊ നിങ്ങൾ അത് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം എന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയി. The human accept is an essential component of the injection. അപ്പോൾ human accept വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഞ്ചക്ഷൻ പ്രോഗ്രാമിൽ. Providing new employees knowledge of what is liked by supervisor and co-workers, telling the new employee the time period for them to attain satisfactory level of performance. അപ്പൊ നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിനോട് പറയും, എന്താ പറയാ, എത്ര ടൈമിനുള്ളിൽ നമ്മുടെ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസിലേക്ക് എത്തണം എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി പറഞ്ഞു. ആൻഡ് മോട്ടിവേറ്റ് ദം ടു ലുക്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. വെനെവർ റിക്വയർഡ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട്സ് നമുക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സ്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന പോർഷൻസിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിലെ ഉള്ള ടീച്ചർമാരോട് ചോദിക്കാം. ആ പോർഷനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തില് നമ്മൾ ഫ്രഷറാണ്, നമുക്ക് അറിയില്ല സ്ഥാപനത്തിനെ കുറിച്ചിട്ടും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒന്നും അറിയില്ല. സോ അപ്പൊ നമ്മളെ ആരാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ കോവർക്കേഴ്സ് പറയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാട്ടോ, എന്നോട് ചോദിക്കാട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ, ഒരു ടെൻഷൻ കുറച്ച് കുറയും. നമുക്ക് ആദ്യമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗിവിംഗ് നോളജ് ടു എംപ്ലോയി, നമ്മൾ ആരെയാണ് അസസ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആരോടാണ് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര യൂണിറ്റ്സ് അല്ലെങ്കിൽ എന്തോരം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ക്ലാരിറ്റി വരും. ഇനി ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ റാദർ ദാൻ എ സൂപ്പർഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതിന്റെ ഒരു ഓർമ്മ. അപ്പൊ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ റാദർ ദാൻ സൂപ്പർഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, പീപ്പിൾസിന്, ന്യൂ എംപ്ലോയീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ഒറ്റ ദിവസം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനല്ല എന്ന് പറയുന്നത്. അത് എല്ലാ എംപ്ലോയീസിനും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സൂപ്പർവിഷൻ ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം നമുക്ക് അങ്ങനെ എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക, അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെങ്കിൽ അവരുടെ ജോബ് പോസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ആദ്യമായിട്ട് കാണുന്ന വ്യക്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരുത്തരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ടാവും.
നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നൊരാളാണ് ഇന്ന വർക്കാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഈ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ rather than superficial introduction, there should be a step-by-step introduction to the people with the whom the new employee will work rather than an external introduction to all the employees on the first day. നമ്മള് എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ എംപ്ലോയീസിനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ഏറ്റവും നല്ലതാണ് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പീപ്പിൾസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. The objective behind this is to help the incumbent to get familiarized with the co-workers. ഇത് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ കോവർക്കേഴ്സിനെയും സൂപ്പർവൈസറിനെ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനും അതുപോലെ അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വയ്ക്കാനും അതെല്ലാം ജസ്റ്റ് നമ്മളൊരു എക്സ്റ്റേണൽ ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് അവരുടെ പേര് ഓർമ്മയുണ്ടാവും, എന്താണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് പോയി എല്ലാവരെയും ഒറ്റയടിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവില്ല നമുക്ക്. അവരെന്താണ് ചിലപ്പോൾ പേര് മാറിപ്പോകും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മാറിപ്പോകും അങ്ങനെ. അപ്പൊ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും എംപ്ലോയീസിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത് കഴിഞ്ഞ് കോവർക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടോട്ടലി നമ്മൾ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്തേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു സ്ഥാപനത്തിലെ വർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ് തന്നെയാണ്. Sufficient time should be given to new employees. നമ്മൾ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിന് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയി നമ്മുടെ വർക്ക് സിറ്റുവേഷനായിട്ട് ആക്ട് ആവണം, അല്ലെങ്കിൽ അവർ എന്താ പറയാ ആ ഒരു സിറ്റുവേഷനായിട്ട് കംഫർട്ടബിൾ ആകണം. സോ നമ്മൾ സഫിഷ്യന്റ് ടൈം അവർക്ക് കൊടുക്കണം, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Sufficient time should be given to new employees. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് സഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ബിഫോർ ദ ഇൻക്രീസ് ഇൻ ജോബ് ഡിമാൻഡ്, ജോബിന്റെ ഡ്യൂട്ടീസും ഡിമാൻഡ്സും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കണം. ന്യൂ എംപ്ലോയി ഷുഡ് ബി ഗീവ് adequate time to become customized to work situation. നമ്മളൊരു വർക്കിന് ജോയിൻ ചെയ്തൊരു 1 month ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഫെമിലിയർ ആയിരിക്കില്ല ആ വർക്കിനെ കുറിച്ച്. ഒരു 2 to 3 months നമുക്ക് ഏകദേശം ആ വർക്കിനെ കുറിച്ച് ഒരു ധാരണ വരും. സോ നമ്മൾ ആ വർക്കായിട്ട് കസ്റ്റമൈസ്ഡ് ആയി മനസ്സിലാക്കാൻ തുടങ്ങി. സോ ആ ഒരു ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. സോ സഫിഷ്യന്റ് ടൈം എപ്പോഴും കൊടുക്കണം. നമ്മൾ ആ ഒരു എംപ്ലോയിൽ നിന്ന് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നതിലും മുമ്പ് നമ്മൾ അവർക്ക് ആ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടോ. അവര് ഒരു 1 month അല്ലെങ്കിൽ 3 months നമ്മൾ ഒരു പ്രൊബേഷണറി പീരീഡ് ഒക്കെ ആയിട്ട് കൊടുക്കും. എന്ന് വെച്ചാല് പ്രൊബേഷണൽ പീരീഡ് ആയിരിക്കും. ആ ടൈമിൽ അവർ പെർഫോമൻസ് നൽകുകയാണെങ്കിൽ നമ്മൾ അവരെ പെർമനന്റ് സ്റ്റാഫ് ആക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ സഫിഷ്യന്റ് ടൈം ഏതൊരു എംപ്ലോയീസിനും എംപ്ലോയർക്ക് കൊടുക്കേണ്ടതാണ്. ഇൻജക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. നമ്മളൊരു ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ നെസസറി ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഇൻജക്ഷൻ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് മനസ്സിലാകുന്ന രീതിയിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റും ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലും വേണം നമ്മൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവർക്ക് പാസ് ചെയ്യാനായിട്ട്. അവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നോക്കാം. ഇൻജക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. ഇൻജക്ഷൻ പ്രോഗ്രാമില് നമ്മൾ എല്ലാ നെസസറി ഇൻഫർമേഷൻസും ആർക്ക് പാസ് ചെയ്യണം, ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് പാസ് ചെയ്യണം. ഇൻജക്ഷൻ ഷുഡ് സ്റ്റാർട്ട് വിത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് ഡയറക്റ്റ് ഫോം ഓർ ഇൻഫർമേഷൻ. നമ്മളെപ്പോഴും സിഗ്നിഫിക്കന്റ് ആയിട്ട് ക്ലാരിറ്റി വേണം. നമ്മൾ കൺവേ ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ക്ലിയർ ആയിരിക്കണം, ഡയറക്റ്റ് ഫോം ആയിരിക്കണം. ഇൻഡയറക്ട്ലി നമ്മൾ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇൻഡയറക്ട്ലി പറയുന്നത് മനസ്സിലാവുന്നില്ല.
ഡയറക്ട്ലി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണെങ്കിലും ഡയറക്ട്ലി നമ്മളത് പറയണം. ആൻഡ് ദെൻ മൂവ് ഫോർവേഡ് ടുവേഴ്സ് ദ കോമൺ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് മൂവ് ഫോർവേഡ് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ കോമൺ പോളിസീസിനെ കുറിച്ചിട്ട് നമ്മുടെ എംപ്ലോയീസിന് വ്യക്തമായ ഒരു ധാരണയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്ഡ് വർക്കർ. സീനിയർ വർക്കർ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ ന്യൂ എംപ്ലോയീസിന് ഡയറക്ഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിൽ സീനിയർ വർക്കറാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിനോട് ഈ സീനിയർ വർക്കേഴ്സിനോട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ സ്ഥാപനത്തിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളും എന്ന് ആർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും? ഒരു സീനിയർ വർക്കറിന് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിന് ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് ഐഡിയാസും കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ സീനിയറിനോട് ചോദിക്കും, ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്കറിയില്ല, അവരുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും കൂടെ ഉള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുക്കുന്നത്. എ സീനിയർ വർക്കർ ഓർ ദ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് ദ ന്യൂ എംപ്ലോയീസ്. അപ്പൊ ഒരു സീനിയർ വർക്കർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. The senior must respond to the questions. Senior എപ്പോഴും ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യണം. And keep in regular contact with the incumbent during the initial phase of injection. ഈ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ആദ്യ സ്റ്റേജുകളിൽ ഈ സീനിയേഴ്സ് എപ്പോഴും ആരായിട്ടൊരു കോണ്ടാക്ട് വേണം? ന്യൂലി റിക്രൂട്ട് ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് വേണം. കാരണം ആ സമയത്ത് നമുക്ക് നല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല സീനിയേഴ്സിന്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ സൂപ്പർവൈസറിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ സൂപ്പർവൈസർ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മള് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനോട് ഒരു ഫ്രണ്ട്ലി മൈൻഡിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. സീനിയർ ഭയങ്കര സീരിയസ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുന്ന ആളാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല, കാരണം നമുക്ക് പേടിയായിരിക്കും. അപ്പൊ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ അവരോട് എന്ത് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് കൺക്ലൂഡിംഗ് സെഷൻ ആണ് പറയുന്നത്. ഏതൊരു ഓറിയന്റേഷൻ പ്രോഗ്രാമും പോലെ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം പോലെ ഇൻജക്ഷൻ പ്രോഗ്രാമിന് ഒരു കൺക്ലൂഡിംഗ് സെഷൻ നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ എന്ന് പറയും. ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. A closing session should be organized at the end of the injection program. ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് ഒരു ക്ലോസിംഗ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ. ഇപ്പൊ കൺക്ലൂഡിംഗ് സെഷൻ നമ്മൾ മറ്റൊരു പേര് പറയുന്നതാണ് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെഷൻ. ഇൻ മെനി ഓർഗനൈസേഷൻ, ഒരുപാട് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു പേരാണ് അതിന് പറയാറ്. The key purpose of this session is to recognize whether or not the new employee have grasped all that which was needed to know them. ഈ ഒരു കൺക്ലൂഡിംഗ് സെഷൻ നമ്മൾ എന്തിനാണ്, അതിന് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പ് നൽകാനായിട്ട് പറ്റും. The new employee should be confident enough to ask questions about those points which are not clear to them. അതേപോലെ തന്നെ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് ആസ്ക് ചെയ്യാം. ഈ എന്തെങ്കിലും പോയിന്റ്സ് നമ്മൾ പറഞ്ഞതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ ആയിട്ട് ഈ കൺക്ലൂഡിംഗ് സെഷൻ നമുക്ക് കാണാം. എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു മാനേജ്മെന്റ് ടു ക്ലിയർ ദർ ഡൗട്ട്സ്. അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു സെഷൻ യൂസ് ചെയ്യാം. The entire session should be conducted in a cordial manner
ആൻഡ് ഷുഡ് നോട്ട് ബി ഹോസ്റ്റൽ. നമ്മളെപ്പോഴും സൗഹൃദപരമായിട്ട് വേണം ഈ ഒരു കൺക്ലൂഡിംഗ് സെഷൻ അവസാനിപ്പിക്കാനായിട്ട്. അല്ലാതെ ശത്രുത ഉളവാക്കുന്ന രീതിയിൽ ഹോസ്റ്റൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഈ ഒരു റിക്വയർമെന്റ്സ് ഓഫ് എഫക്റ്റീവ് ഓറിയന്റേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഒന്ന് റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ദെൻ നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷന് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓറിയന്റേഷൻ, നല്ലൊരു ഗുഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ലേബർ ടേൺ ഓവർ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. എന്താണ് ലേബർ ടേൺ ഓവർ? നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക്, എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ ക്വിറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ജോലി വേണ്ട എന്ന് വെച്ച് പോകുന്ന ഒരു പ്രോസസ്സാണ് ലേബർ ടേൺ ഓവർ, കൊഴിഞ്ഞു പോക്ക്. നമ്മളെ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്കിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമ്മളുടേതായ ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് അങ്ങനെ തന്നെയാണോ ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു ഗുഡ് ഇൻജെക്ഷൻ പ്രോഗ്രാമിന് സാധിക്കും. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാനായിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. നമുക്ക് അൺഫെമിലിയർ ആണ് ഓൾറെഡി ഈ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മൾ എൻറ്റയർലി അൺഫെമിലിയർ ആണ്, നമുക്ക് അറിയില്ല. സോ ആ ഒരു അൺഫെമിലിയർനെസ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. ദെൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എംപ്ലോയർ. ഒരു ഗുഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയറിനോട് ഉള്ള ഒരു നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയറിനോട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് കാണാം. അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയി ടു കോൺട്രിബ്യൂട്ട് ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്ലി. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഓർഗനൈസേഷൻ സക്സസ് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് പറയുന്നത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആണ്. ബെനിഫിറ്റ്സിൽ നമുക്ക് ആദ്യം പറയുന്നത് എന്താണ്, ലേബർ ടേൺ ഓവർ കുറയ്ക്കാം. ഓറിയന്റേഷന്റെ മെയിൻ ആയിട്ടുള്ളൊരു പർപ്പസ് തന്നെയാണ് എന്താ, ലേബർ ടേൺ ഓവർ കുറയ്ക്കാം. കാരണം നമ്മളൊരു നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്ക് പോസിറ്റീവ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചിട്ടും ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടും ഒക്കെ നല്ലൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു സീനിയർ എംപ്ലോയി നമുക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ്, ഇങ്ങനെ പോലെയാണ് വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഒരു നമുക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. സപ്പോസ് നിങ്ങൾ ചിന്തിക്കാം, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഇല്ല എന്ന് വിചാരിക്കും, ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊന്നുമില്ല. സോ നമ്മൾ സ്വയം ലേൺ ചെയ്യണം. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.
ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ട്. അതെന്ന് പറഞ്ഞാല് ഭയങ്കര ഓവർ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോസസ്സാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ സ്വയം പഠിച്ച് നമ്മളത് ഓരോന്നും പ്രാക്ടിക്കൽ ആക്കണം. അത് ഇത്ര ടൈം കൺസ്യൂമിങ് ആണ്. അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഒരു നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാം ആണെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ പോസിറ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എംപ്ലോയീസ് ടേൺ ഓവർ ഹൈ എംപ്ലോയീസ് ടേൺ ഓവേഴ്സ് കുറയ്ക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. കാരണം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഒരുപാട് എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനം വിട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ റിക്രൂട്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്താലും ചിലപ്പോ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ ടേസ്റ്റ് പറ്റിയ സ്ഥാപനമല്ല, സോ നമുക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലായിരിക്കും അവർ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇൻട്രഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഓറിയന്റേഷനോ ഇൻട്രൊഡക്ഷനോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് ബാഡ്ലി ആ ഒരു എംപ്ലോയിനെ എഫക്ട് ചെയ്യും. സോ എംപ്ലോയിക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥാപനം വിട്ട് പോകാനായിരിക്കും താല്പര്യം. അപ്പൊ നോക്കാം, ഫസ്റ്റ് പോയിന്റ് ആണ് reduce labor turnover. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എംപ്ലോയി സ്പീഡ് ഓഫ് സർവീസ്. എംപ്ലോയീസ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമില് ഫസ്റ്റ് ആ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്ത് ഷോസ് ഹൈ ലേബർ ടേൺ ഓവർ. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഹൈ ലേബർ ടേൺ ഓവർ ആയിരിക്കും. കൂടുതലായിട്ട് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചില എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നോക്കും. അപ്പൊ ചില എംപ്ലോയീസ് ഇങ്ങനെ ഒരു 3 months ഒരു ജോബിൽ നിൽക്കും, അടുത്ത 2 months വേറെ ജോബ്, പിന്നെ ഒരു 3 months വേറെ ജോബ്. അപ്പൊ എന്താണ്, ഈ എംപ്ലോയിനെ മിക്കവാറും സ്ഥാപനങ്ങൾ എടുക്കില്ല. കാരണം നമ്മൾ ഹൈ ലേബർ ടേൺ ഓവർ കാണുന്നുണ്ട്. കാരണം പല പല സ്ഥാപനത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. വേറൊരു എംപ്ലോയി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയി ഒരു 5 year ആയിട്ട് ആ ഒരു സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ആ ഒരു സ്ഥാപനത്തിന് ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു എംപ്ലോയിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എംപ്ലോയിക്ക് ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള എംപ്ലോയീസ് വേഗം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് നോക്കിയിട്ടൊക്കെയാണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എംപ്ലോയീസ് സ്ഥാപനം വിട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹൈ ലേബർ ടേൺ ഓവർ ആയിരിക്കും. ഇഫ് ദ എംപ്ലോയി ഈസ് അലൗഡ് ടു ഡെവലപ്പ് നെഗറ്റീവ് ഒപ്പീനിയൻ ടുവേഴ്സ് ദ ജോബ് ഡ്യൂറിംഗ് ദിസ് ടൈം. അപ്പോ ആദ്യ ടൈമില് ഫസ്റ്റ് സ്റ്റേജസിൽ എംപ്ലോയീസിന്റെ മനസ്സിൽ ഈ ജോബിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. Then the employee can induce to quit the organization. അങ്ങനെ നമുക്കൊരു ജോബിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ആ എംപ്ലോയിയുടെ അടുത്ത സ്റ്റെപ്പ്, ആ ഒരു സ്ഥാപനം വിട്ട് ക്വിറ്റ് ചെയ്യണം, നമുക്ക് ഈ ഒരു ജോബ് പറ്റില്ല, നമ്മളെ ടേസ്റ്റിന് പറ്റിയതല്ല, നമുക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു തിങ്കിങ് വരും. സോ അങ്ങനെ വരുമ്പോൾ ലേബർ ടേൺ ഓവർ കൂടും. അത് വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ എംപ്ലോയീസിന്റെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. Labor turnover can be restricted to the least by using an effective injection program. നല്ലൊരു ഗുഡ് ഇൻജെക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബർ ടേൺ ഓവർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ലൊരു സീനിയർ അവർക്ക് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് ലേബർ ടേൺ ഓവർ കുറയും. ചില അവർ കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ ന്യൂ എംപ്ലോയി കരിയർ. അപ്പോ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ആ ഒരു കരിയറിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകേണ്ടതായിട്ട് വരില്ല. സോ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് തന്നെയാണ് എന്ത്, ലേബർ ടേൺ ഓവർ കുറയ്ക്കുക എന്നുള്ളത്. കാരണം നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഗൈഡൻസ് കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൊഴിഞ്ഞു പോവില്ല. അത് നോട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ. ഒരു നല്ലൊരു ഇൻജെക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് അവർക്ക് കറക്റ്റ്
ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് എംപ്ലോയീസ്, ഓരോ എംപ്ലോയീസിനും ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നമ്മളൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളുടേതായ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ഓൾറെഡി ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ തന്നെ ന്യൂലി റിക്രൂട്ടിക്ക് ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും. The new employee during the induction program are taught about the expectation of the organization from them and what they increments in turn can expect from the organization. അപ്പോൾ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ ഓർഗനൈസേഷന് എന്തെല്ലാം കാര്യങ്ങൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിൽ നിന്ന് പ്രതീക്ഷിക്കാം, അതേപോലെ റിട്ടേൺ ആയിട്ട് എംപ്ലോയീസിന് എന്തെല്ലാം ഓർഗനൈസേഷന് പ്രതീക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ അവർക്ക് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും എംപ്ലോയി നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ട്. നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ബെനിഫിറ്റ് ആണ് എന്ന് ഓർഗനൈസേഷൻ മനസ്സിലായി. അതേപോലെ തന്നെ എംപ്ലോയിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇത്രയും യൂണിറ്റ്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളും കിട്ടും എന്ന് അവർക്കൊരു ധാരണ വരും. ഒരു വ്യക്തമായൊരു റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാവും. Expectation can be brought down to reality with the help of an injection program. ഒരു നല്ലൊരു ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് നമ്മളുടെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാനായിട്ട് റിയലിസ്റ്റിക് ആക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ് പറയുന്നത് ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. അതല്ല നമുക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, എംപ്ലോയീസ് കിട്ടി. സോ നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, എല്ലാ എംപ്ലോയീസിനും ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ, നമ്മുടെ എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എംപ്ലോയേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ മനസ്സിൽ. കാരണം നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എടുത്തപ്പോൾ തന്നെ അവർ നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമും ഇൻജക്ഷൻ പ്രോഗ്രാമും ഒക്കെ തന്നിട്ടുണ്ട്. സോ നമ്മൾ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് എംപ്ലോയീസിന്റെ മനസ്സിൽ വരും. അതൊരു പോസിറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ തേർഡ് പോയിന്റ് നോക്കാം, create job satisfaction and a positive attitude towards the employer. Positive feeling towards the employer can be developed with the help of an injection program as well as job satisfaction is ensured. നമുക്ക് ഒരു നല്ലൊരു ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ മാത്രമായിരിക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് എംപ്ലോയറിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ഗുഡ് ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് എംപ്ലോയറിനെ കുറിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നല്ല ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ വെൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇൻജക്ഷൻ മേക്ക് ഷുവർ ദാറ്റ് there is an interpersonal communication with the new employee regarding the company's policies and other employment practice. അപ്പോൾ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം മേക്ക് ഷുവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് വൺ ഓഫ് ദം. വെച്ചാൽ ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ കുറിച്ചിട്ട് കമ്പനിക്കും പിന്നെ കമ്പനി ഓർഗനൈസേഷനെ സംബന്ധിച്ച് കമ്പനിയുടെ പോളിസീസും എംപ്ലോയ്മെന്റ് പ്രാക്ടീസും കാര്യങ്ങളും ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനോട് പറഞ്ഞു കൊടുക്കാനും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 3 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? Reduce labor turnover, helps to create realistic employee expectation, create job satisfaction and a positive attitude towards the employer.
എല്ലാവരും റീഡ് ചെയ്തോ? മൂന്ന് പോയിന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയീസ് ടു കോൺട്രിബ്യൂട്ട് ഓർ ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്ലി. നമുക്ക് നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ ആനുവൽ ടാർഗറ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് ബെറ്റർ ആയിട്ട് നല്ല ധാരണ ഉണ്ടാവും. നമ്മളിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല എഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അസിസ്റ്റ് ദ ന്യൂ എംപ്ലോയി ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്ലി. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. Another benefits of the injection program for the new employee is that the organizational objectives and the annual target are made known to them along with the many other things. അപ്പോൾ നമുക്ക് ഈ ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സും ആനുവൽ ടാർഗറ്റിനെ കുറിച്ചിട്ടൊക്കെ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, നമ്മളെ കൊണ്ട് എങ്ങനെ ഓർഗനൈസേഷൻ സക്സസ് കൂടുതലായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ധാരണ എംപ്ലോയീസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. This will transform the private goal of some employee into the organizational goal. ഇപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈവറ്റ് ഗോളും ഓർഗനൈസേഷണൽ ഗോളും. എന്താണ് പ്രൈവറ്റ് ഗോൾ എന്ന് അറിയാമോ? ഈ പ്രൈവറ്റ് ഗോളിന് ശരിക്കും നമ്മൾ ലോജിക്കലി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഗോൾ എന്ന് പറയും. പ്രൈവറ്റ് ഗോളിന്റെ മറ്റൊരു പേരാണ് ഇൻഡിവിജ്വൽ ഗോൾ. ഓർഗനൈസേഷണൽ ഗോൾ നമ്മൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രൈവറ്റ് ഗോൾ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സാലറിയും പേയ്മെന്റും ആ ഒരു ലാസ്റ്റ് ആവുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് സാലറി അതർ ബെനിഫിറ്റ്സും എനിക്ക് കിട്ടണമെന്നായിരിക്കും എന്റെ ഒരു ഇൻഡിവിജ്വൽ ഗോൾ. പക്ഷെ ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നായിരിക്കും ഓർഗനൈസേഷന്റെ ഗോൾ. സോ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്റെ പ്രൈവറ്റ് ഗോള് നേടിയെടുക്കണം, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോള് നേടിയെടുക്കുക എന്നുള്ളത്. വെച്ചാല് എന്റെ പ്രൈവറ്റ് ഗോള് അതവിടെ നിന്നോട്ടെ, പക്ഷെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ്. നോക്കാം. Assist the new employee to contribute to the organization's success more quickly. Another benefits of injection program for the new employee is that organizational objectives and the annual target are made to know them along with many other things. Injection programന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ തന്നെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവും അവരുടെ ആനുവൽ ടാർഗറ്റും നമ്മൾ അവരോട് ഇൻഫോം ചെയ്യണം. This will transform the private goal of some employee into organizational goal. അപ്പൊ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഒരു എംപ്ലോയിയുടെ പ്രൈവറ്റ് ഗോള് അറ്റൈൻ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോള് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നോക്കാം. Some employee attempts a full practice of achieving personal objective in working premises. ചില എംപ്ലോയീസ് എന്നുവെച്ചാല്
അവര് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നതായിരിക്കും. അൺസക്സസ്ഫുൾ ഇൻജെക്ഷൻ പ്രോഗ്രാം provide employee with an opportunity to exercise these of full practice. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻജെക്ഷൻ പ്രോഗ്രാം അൺസക്സസ്ഫുൾ ആണെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും നമുക്ക് കാണേണ്ടതായിട്ട് വരും. Hence, organization should change the way of deriving effective result from such a person through injection programs. ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവും. അവരുടെ ലക്ഷ്യം ഏത് മാർഗം സ്വീകരിച്ചും അവരുടെ ലക്ഷ്യങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ നമുക്ക് ഒരുപാട് ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും HR പേഴ്സണൽസിന്. സോ അങ്ങനെ വരുമ്പോൾ നമ്മള് നല്ലൊരു ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ അവരുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ത്രൂ ഇൻജെക്ഷൻ a new employee will become aware of his or her social responsibility for the organization. അപ്പോൾ നല്ലൊരു ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. This will then turn into productive working environment for the management as well as employees. അങ്ങനെ വരുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റീവ് എൻവയോൺമെന്റ് വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാനേജ്മെന്റിനും ബെനിഫിഷ്യൽ ആണ്, അതേപോലെ തന്നെ എംപ്ലോയീസിനും ബെനിഫിഷ്യൽ ആണ്. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിയത് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഫസ്റ്റ് ബെനിഫിറ്റ്സ് പറഞ്ഞത് ലേബർ ടേൺ ഓവർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Then create a realistic employees expectation. ഓരോ എംപ്ലോയീസിനും റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എംപ്ലോയീസിന് ആ ജോബിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ. എംപ്ലോയറിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. പിന്നെ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ സക്സസ് മോർ ക്വിക്ലി അറ്റൈൻ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് കൂടെ ഒന്ന് റീഡ് ചെയ്യോ? റീഡ് ചെയ്തോ? ഓക്കെ. ദെൻ നമ്മളിത് നോക്കുന്നത് ബെനിഫിറ്റ്സ് പറഞ്ഞു അല്ലെ? ബെനിഫിറ്റ്സ് പറഞ്ഞപ്പോ ബെനിഫിറ്റ്സ് മാത്രമാണോ നമ്മളൊരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലുള്ളത്? അതിന് അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് പോലെ തന്നെ എന്താണ് ഡീമെറിറ്റ്സും ഓറിയന്റേഷൻ പ്രോഗ്രാമിലുണ്ട്. അപ്പോ എന്തെല്ലാമാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഇൻജെക്ഷൻ പ്രോഗ്രാമിന്റെ പ്രോബ്ലംസ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോബ്ലംസിനോ ഡീമെറിറ്റ്സിനോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട്സിനോ എന്ത് പറയാം. പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡാറ്റ ഓവർലോഡ്. നമ്മൾ ഈ ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഡാറ്റ ഓവർലോഡ് ആവും. കാരണം എല്ലാവർക്കും അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റാസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യാനോ പറ്റണമെന്നില്ല. അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. സോ ലാർജ് പാർട്ട് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എംപ്ലോയീസിനെ പാസ് ചെയ്യുന്നത് വളരെ മോശം അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസ് ആവാനായിട്ട് അവരെ കാരണമാക്കും. പിന്നെ അതേപോലെ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം തന്നെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മള് സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചു വിടുന്നൊക്കെ പറയുമ്പോൾ അത് അവരിൽ ഒരു ബാഡ് ഇംപ്രഷൻ, ഒരു നെർവസ്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഡാറ്റ ഓവർലോഡ് ആവാൻ പാടില്ല. ഒറ്റ ദിവസം തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ എംപ്ലോയീസിന് പാസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. നമുക്ക് തന്നെ ചില എംപ്ലോയീസിന് ഇൻജെക്ഷൻ പ്രോഗ്രാം ഒരു ഫോർമൽ ആൻഡ് റുട്ടീൻ വേയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ, സാധാരണ നമ്മളുടെ രീതിയിൽ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഡു നോട്ട് ഫീൽ കംഫർട്ടബിൾ. നമുക്കാരും കംഫർട്ടബിൾ ആകില്ല, കാരണം നമുക്ക് ബോറടിക്കും. എന്നുവെച്ചാൽ ഫുള്ള് ലെക്ചർ ക്ലാസ് പോലെ നമുക്ക് ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ബോറടിക്കും, കാരണം ബോർഡ് ആയിരിക്കുള്ളൂ. പക്ഷേ നമ്മളതൊരു ഫ്രണ്ട്ലി മാനറിലാണ് കണ്ടക്ട് ചെയ്യുന്നത്,
ഒരു സീനിയർ ഫ്രണ്ട്ലി മാനറിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള മാനർ, ഒരു ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറിലാണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഓഫ് നമുക്ക് ആ ഒരു ബോർ അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, റിജിഡിറ്റി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, വിരസത വരും. ഓക്കെ, ഈ ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റർ. നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂപ്പർവൈസർ ലൈൻ മാനേജർ ആണല്ലോ അവർക്കൊരു ആഡ്വക്കേറ്റ് ടൈം കൊടുക്കണം. ഇവരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു 1 വീക്കിനുള്ളിലൊക്കെ നമ്മൾ ടൈം കൊടുത്താൽ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യണ്ടേ. സോ നമ്മൾ ഒരു 3 months എങ്കിലും ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് തന്നെ എംപ്ലോയിനെ ട്രീറ്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് മന്തിലൊന്നും അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് വരുന്നില്ല. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. അല്ലെങ്കിൽ ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് ടൈം ആണെങ്കിൽ അത് ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ മോശമായിട്ട് അഫക്ട് ചെയ്യും. ഇനി നമ്മൾ പറയും സീനിയർ അല്ലെങ്കിൽ ആരാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞു. സോ ഈ ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് ഫെസിലിറ്റേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് ഒരു ന്യൂലി റിക്രൂട്ടിങ്ങിനെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ട്രെയിനിങ് ആർക്ക് കൊടുക്കണം, സൂപ്പർവൈസർക്ക്, സീനിയർ എംപ്ലോയീസിന് കൊടുക്കണം. റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. സോ നമ്മള് ഈ ഒരു റിട്ടൻഷൻ പ്രോഗ്രാം ചിലപ്പോ എന്തിനു കാരണമാകും, ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. റിട്ടൻഷൻ ലെവൽ ഓഫ് എംപ്ലോയി, നമ്മുടെ കമ്പനിയിൽ തന്നെ മാക്സിമം എംപ്ലോയിനെ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദെൻ ലാക്ക് ഓഫ്, നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒറ്റ രീതിയിലായിരിക്കും, ഫോർമൽ ആണെങ്കിൽ ഒരൊറ്റ രീതിയിലായിരിക്കും ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്പൊ ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം, ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഡൈവേഴ്സിറ്റീസ് നമുക്ക് കുറവാകുമ്പോൾ അത് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ അഫക്ട് ചെയ്യും. ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. കാരണം അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരു ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യണം. കമ്പൽസറി നമ്മൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ ഓറിയന്റേഷൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഡാറ്റ ഓവർലോഡ് ആണ്. ദ പ്രോബ്ലം കണക്റ്റഡ് വിത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ഓവർലോഡ് ആണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ should not be given to the new employee simultaneously as it may prove difficult for the employee to understand and retain it. നമ്മൾ ഒറ്റ ദിവസം തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് പാസ് ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. സോ അവർക്കത് മനസ്സിലാക്കാനും റീറ്റെയിൻ ചെയ്യാനും ഒരു ടൈം കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ അതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. Thus, it is essential to break the information in bit so that the employee has ample time to accept. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് എംപ്ലോയീസിനോട് പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ ഇൻഫർമേഷനെ ചെറുതാക്കാം, ഡിവൈഡ് ചെയ്യാം, സ്മോൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ പാസ് ചെയ്യാം. ടൈം ടു അക്സെപ്റ്റ്, അനലൈസ് ആൻഡ് അബ്സോർബ് ഇറ്റ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് passionate employee organization and HR personnel place a large part of information on an employee's shoulder on very first day. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ ചില HR പേഴ്സണൽസും ഓർഗനൈസേഷനും ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്ക് ഡൗട്ട്സും കാര്യങ്ങളും കൂടുതൽ വരാനാണ് ചാൻസ്. എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് ഒരു വ്യക്തത വരില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണമെന്നില്ല. This may
further terrify the nervousness of the employee. ആ ഒരു എംപ്ലോയിയുടെ നെർവസ്നെസ് കൂട്ടാൻ മാത്രമാണ് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒറ്റ ദിവസം തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യത്തെ ആ ഒരു പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് ഡാറ്റ ഓവർലോഡ്. Okay. ബാക്കിയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ.